അതിർത്തിയിലെ സംഘർഷവും തുടർന്നുണ്ടായിരുന്ന സംഭവ വികാസങ്ങളുമെല്ലാം ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതോടെ മറ്റു വിഷയങ്ങളെല്ലാം അപ്രസക്തമായി. അതിർത്തിയിലെ സംഘർഷം വോട്ടാക്കി മാറ്റാനുള്ള പ്രചരണങ്ങൾ BJP തുടങ്ങിക്കഴിഞ്ഞു. ഇതോടെയാണ് സഖ്യധാരണയിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ കോൺഗ്രസ് തയ്യാറായിരിക്കുന്നത്. പ്രതിപക്ഷ വിശാല സഖ്യം എല്ലാ സംസ്ഥാനങ്ങളിലും സാധ്യമാക്കാൻ കോൺഗ്രസിന് നേരത്തെ കഴിഞ്ഞിരുന്നില്ല. പാർട്ടിക്ക് നഷ്ടം വരുത്തിക്കൊണ്ട് പ്രാദേശിക കക്ഷികളുമായി വലിയ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാവേണ്ട എന്ന നിലപാടായിരുന്നു സഖ്യ രൂപീകരണത്തിൽ തിരിച്ചടിയായത്. എന്നാൽ മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ BJPയെ അധികാരത്തിൽ നിന്ന് താഴെയിറക്കാൻ കോൺഗ്രസ് വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാവണമെന്നാണ് ശരത് പവാറും ചന്ദ്രബാബുവും അടക്കമുള്ള നേതാക്കൾ ആവശ്യപ്പെടുന്നത്. ഈ ആവശ്യം രാഹുൽ ഗാന്ധിയും അംഗീകരിച്ചെന്നാണ് സൂചന. ദില്ലിയിൽ AAPയുമായി സഖ്യ ചർച്ചകൾ നടത്താൻ രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം സംസ്ഥാന നേതൃത്വത്തിന്മേൽ സമ്മർദ്ദം ചെലുത്തിയിരുന്നു. ബംഗാളിൽ CPM-ആയിട്ടാണ് സഖ്യ ചർച്ചകൾ നടക്കുന്നത്. എന്നാൽ സംസ്ഥാനത്ത് വലിയ സ്വാധീന ശക്തിയല്ലാത്ത CPM-ഉമായി സഖ്യം രൂപീകരിക്കുന്നതിനേക്കാൾ ഉചിതം മമതയുമായുള്ള ബന്ധമാണെന്ന് വിലയിരുത്തൽ. UPയിൽ SP BSP RLD സഖ്യത്തിന്റെ ഭാഗമായി കോൺഗ്രസും വന്നാൽ പ്രതിപക്ഷ സഖ്യത്തിന്റെ കരുത്ത് വർദ്ധിക്കും. നിലവിൽ ചർച്ചകളൊന്നും നടക്കുന്നില്ലെങ്കിലും വരും ദിവസങ്ങളിൽ ചർച്ച നടക്കാനുള്ള സാധ്യതകൾ കോൺഗ്രസ് തള്ളിക്കളയുന്നില്ല. SP BSP RLD കോൺഗ്രസ് എന്നീ പ്രതിപക്ഷ പാർട്ടികളിലൂടെ വോട്ടുകൾ ഭിന്നിച്ചു പോകുന്നതിലൂടെ സംസ്ഥാനത്ത് വീണ്ടും വൻ വിജയം കരസ്ഥമാക്കാനാകുമെന്നാണ് BJP പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.